ചെമ്പകരാമനല്ലൂർ ട്രാൻസ്ഫോമറിനോട് ചേർന്ന് ഇന്ന് കക്കൂസ് മാലിന്യം കൊണ്ട് വഴിയരികിൽ തള്ളിയ ഒരു സംഭവത്തോടനുബന്ധിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ നിൽക്കുന്നത്. കഴിഞ്ഞ നിരവധി തവണയായി നമ്മുടെ ഈ പ്രദേശത്ത് കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ കോട്ടക്കൽ ചെമ്പകരാമനല്ലൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം ഒഴുക്കി. അഞ്ചൽ വട്ടമൻ പാലം മുതൽ ആനപ്പുഴയ്ക്കൽ ഭാഗങ്ങളിൽ നിരന്തരമായി കക്കൂസ് മാലിന്യം ഒഴുക്കുന്നതായി പരാതിയുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുവെങ്കിലും രാത്രികാലങ്ങളിൽ കക്കൂസ് മാലിന്യം ഒഴുക്കുന്ന വാഹനത്തെ പിടികൂടുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ജനവാസ മേഖലകളിലും കൃഷിയിടങ്ങളിലും പൊതുനിരത്തുകളിലുമാണ് മാലിന്യം തള്ളുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആയൂർ കാരാളികോണത്ത് മാലിന്യം തള്ളിയ വാഹനത്തെ നാട്ടുകാർ പിന്തുടരുകയും തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ പ്രതികളെയും വാഹനത്തെയും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നുള്ള മാലിന്യം ശേഖരിക്കുകയും മാലിന്യ ലോബികളുടെ സഹായത്തോടെ ചെറിയ ചെറിയ വാഹനങ്ങളിൽ ശേഖരിച്ചു വെച്ച് ജനവാസ മേഖലകളിലും ദേവാലയങ്ങളുടെ മുന്നിലും ഒഴുക്കിവിട്ട് കടന്നുകളയാണ് ഈ സാമൂഹ്യ വിരുദ്ധന്മാർ ചെയ്യുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് ആയൂർ കാരാളികോണത്ത് കക്കൂസ് മാലിന്യം ഒഴുക്കിയത്. തുടർന്ന് നാട്ടുകാർ നിരീക്ഷണത്തിലായിരുന്നു. വീണ്ടും കക്കൂസ് മാലിന്യം ഒഴുക്കുവാനായി സ്ഥിരമായി വന്നിരുന്ന വാഹനത്തെയാണ് നാട്ടുകാർ പിന്തുടർന്നത്. തുടർന്നാണ് തൊട്ടടുത്ത സ്ഥലമായ വട്ടമൻ പാലം ആനപ്പുഴയ്ക്കൽ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കക്കൂസ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. പോലീസ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വാഹനത്തെയും ഈ സാമൂഹ്യ വിരുദ്ധന്മാരെയും പിടികൂടണമെന്ന് വാർഡ് മെമ്പർ രാജീവ് കോശി പറഞ്ഞു. ട്രൂത്ത് വിഷൻ ന്യൂസ്, അഞ്ചൽ. കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. പല പ്രാവശ്യവും നമ്മൾ പോലീസിലും ബന്ധപ്പെട്ട അധികാരികളെയും ഒക്കെ നമ്മൾ അറിയിക്കുന്നെങ്കിൽ പോലും രാത്രിയുടെ മറവിലാണ് ഈ സാധനങ്ങളെല്ലാം ഈ പ്രദേശങ്ങളിൽ തള്ളിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വട്ടമൻ പാലം മുതൽ ഏതാണ്ട് ആനപ്പുഴയ്ക്കൽ പാലം വരെയുള്ള പ്രദേശങ്ങളുടെ വിവിധ ഭാഗങ്ങളിലാണ് ഈ കക്കൂസ് മാലിന്യങ്ങൾ ഇത്തരം രീതിയിൽ തള്ളിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു സാമൂഹിക വിരുദ്ധ പ്രവർത്തനമാണ്. മാലിന്യമുക്ത നവകേരളം എന്ന ഗവൺമെന്റിന്റെ ഒരു സ്വപ്ന പദ്ധതിയെ തന്നെ തകർക്കുന്ന തരത്തിലേക്കാണ് ഈ സാമൂഹ്യ വിരുദ്ധന്മാർ ഇത്തരത്തിലുള്ള പ്രവണതകളുമായി നമ്മുടെ നാട്ടിൽ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. നമ്മുടെ ചടയമംഗലം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളിയ ആളുകളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പക്ഷെ അവർക്കെല്ലാം ജാമ്യം കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ നിയമവ്യവസ്ഥകൾ നിലനിൽക്കുന്നത്. ഇത്തരം സാമൂഹിക വിപത്തുകൾ കാണിക്കുന്ന ആളുകൾക്ക് ജാമ്യം നൽകാതെ കോടതിയിൽ തുറങ്കലിൽ അടയ്ക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചാൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. പോലീസ് അതിജാഗ്രതയോടുകൂടി വട്ടമൻ പാലം മുതൽ ആനപ്പുഴയ്ക്കൽ പാലം വരെയുള്ള പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.